ഓയ് ചേട്ടാ എന്തേ നിങ്ങളെന്ത് വരാൻ പറഞ്ഞു? ഒന്നുമില്ലടാ. ഒന്നുമില്ലാന്ന് കടയിൽ 100 കൂട്ടം പണീൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങൾ ഒന്നുമില്ലാന്ന്. അത് ശരി. അതുകൊണ്ട് നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? വീട്ടിൽ കയറാനുള്ള മൂഡ് പോയടാ. ആ ബെസ്റ്റ്, നന്നായിണ്ട്. എന്താ ഇപ്പൊ പ്രശ്നം? എന്താ ചേട്ടാ നീ കാര്യം പറയ്. ഓക്ക് വേറൊരാൾ ഇഷ്ടാണ് പോലെ. ചേച്ചിക്കോ? നിങ്ങൾ എന്ത് വർത്താനം ഉമേഷേട്ടാ പറയണേ? അതൊന്നും ഒരിക്കലും ഉണ്ടാകുന്ന കാര്യമല്ലേ. നിങ്ങൾ വെറുതെ വേണ്ടത് എന്തോ തെറ്റിദ്ധാരണ കുടിക്കാത്. നിങ്ങൾ എന്ത് വർത്താനം ഉമേഷേട്ടാ നിങ്ങൾ പറയണേ? ഒരിക്കലും വരില്ല കേട്ടോ. ചേച്ചിന്റെ ഭാഗത്ത് അങ്ങനെ ഒരിക്കലും വരില്ല, എനിക്ക് ഉറപ്പാ. രാത്രിയൊക്കെ മൊബൈലിൽ ഓരി നോക്കിക്കണ ഞാൻ കാണലുണ്ട്. അത് വല്ല റീലും കാണുന്നേക്ക് ഉമേഷേട്ടാ. ഞാൻ കണ്ടതാ. നിങ്ങൾ എന്ത് വർത്താനം? അത് മാത്രല്ല, ഓൻ ഇന്നേക്കാൾ സൗന്ദര്യം ഉണ്ടെങ്കിൽ പ്രശ്നല്ലേ? കട്ട പോകയാ, ഇന്നേക്കാൾ സൗന്ദര്യം ഇല്ല. അത് പാര ഉമേഷേട്ടാ പുതിയൊരാള്. നിങ്ങള് എനിക്കറിയുന്ന ആളാണോ? എനിക്കിതല്ല, എല്ലാവർക്കും അറിയാം. അറിയാന്ന് പറയുന്ന ആളെ പേര് പറയും. ഏതാ ആള്? അതാ കിളിയനാ, കിളിയെ. ഏത് കിളിയ? ആ കിളിയൻ എംബാപ്പെ. ഫുട്ബോൾ കളിക്കാരനോ? രാത്രിയൊക്കെ ഓനെയും കണ്ടിരിക്ക, മൊബൈലിൽ ഇരിക്കാ. അറിയാ നിങ്ങൾ എന്താ പറയുന്നു ഉമേഷേട്ടാ? ഓനിഷ്ട. അത് ഓളിന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ. എന്താടാ? എന്താ ശബരിയെ എന്തിനൊക്കെ അറിയണേ? എന്റെ വീട്ടിലുണ്ട് പ്രശ്നം. അയ്യോ, അവക്ക് ഒരാളെ ഇഷ്ട പോലെ. ആരെ? ആ റൊണാൾഡോനെ. ഏത് ഇവിടെ കളിക്കാരനെയോ? അത് പിന്നെ സാറില്ല. ഓനൊന്നുമില്ലെങ്കിൽ എന്നേക്കാൾ സൗന്ദര്യം ഉണ്ടല്ലോ. ഓളെ തെറ്റ് പറയാൻ പറ്റൂല. അതെ, നിങ്ങൾ അനാഥത്തിന് നിൽക്കല്ല, വീഡിയോയിൽ ആളില്ല. ഞാൻ പോവാ കേട്ടോ. പിന്നെ എംബാപ്പേനെക്കാട്ടും വലിയ സൗന്ദര്യമുള്ള മുതല് ഒരു കാമദേവനാണ് വിചാരം. അതിനുള്ള പണി എനിക്കറിയാം. വനിതാ വേൾഡ് കപ്പ് വരട്ടെ, ഞാനും ആരെങ്കിലും ഇഷ്ടപ്പെടും.